نبي بعده صحيح الترغيب الترهيب كتاب النوافل അടുത്ത ഫസൽ الترغيب في آيات وأذكار يقولها إذا أصبح وإذا أمسى പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്യേണ്ടതായിട്ടുള്ള ആയത്തുകളും അതുപോലെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അദ്കാറുകളുമാണ് ഈ ഒരു ഫസ്ലിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുക, ഓർക്കുക, സ്മരിക്കുക എന്നുള്ളത് ഏത് സമയത്തും നാം ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കൂടി പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായ ചില ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ചില ആയത്തുകളും സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 സമയങ്ങളാണ്. ഒന്ന് രാവിലെ പ്രഭാതത്തിലും അതുപോലെ തന്നെ പ്രദോഷത്തിലും വൈകുന്നേരത്തിലും പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ നമ്മൾ മുമ്പ് ഒരു ഫസ്ലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടതായി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ദിക്റുകളും ആയത്തുകളുമാണ് ഈ ഫസ്ലിൽ പറയുന്നത്. عن معاذ بن عبد الله بن خبيب عن أبيه رضي الله عنه أنه قال خرجنا في ليلة مطر وظلمة شديدة نطلب رسول الله صلى الله عليه وسلم ليصلي بنا. ഒരിക്കൽ കുറച്ച് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു പോവാണ്. പക്ഷെ അന്ന് പോകുമ്പോൾ രാത്രിയിൽ മഴയും അതുപോലെ ഇരുട്ടുമെല്ലാം നിറഞ്ഞ ഒരവസ്ഥയിലായി. അധികം ഇശാ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. ഫഅദ്റക്നാഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടുമുട്ടി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, സ്വഹാബിയോട് പറഞ്ഞു, നീ പറയുക എന്ന് പറഞ്ഞു. ഫലം ഖുൽ ഷൈഅൻ, സ്വഹാബി പറയുകയാണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. സുമ്മ ഖാല ഖുൽ, വീണ്ടും പറഞ്ഞു, ഖുൽ, പറയുക എന്ന് പറഞ്ഞു. ഫലം ഖുൽ ഷൈഅൻ, ഞാൻ ഒന്നും പറഞ്ഞില്ല. സുമ്മ ഖാല ഖുൽ, അപ്പോൾ വീണ്ടും ഖുൽ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് മാ അഖൂൽ, റസൂൽ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്താണ് പറയേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹ് ثلاث مرات تكفيك من كل شيء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ മുഅവ്വിദതൈൻ സൂറത്തുൽ ഫലഖും അന്നാസും, അതിനാണ് മുഅവ്വിദതൈൻ എന്ന് പറയുന്നത്. ഈ 3 സൂറത്തുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും, അഥവാ രാവിലെയും വൈകുന്നേരത്തിലും നീ 3 തവണ പാരായണം ചെയ്യുക. തക്ഫീക മിൻ കുല്ലി ഷൈ, നിനക്ക് എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും നിനക്ക് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ദോഷങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്ന് നിനക്ക് മതിയായതാണ് എന്ന് പറഞ്ഞു. ഇതിൽ നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റി പറയുന്ന വളരെയധികം ശ്രേഷ്ഠതയുള്ള സുൽസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. പ്രത്യേക ശ്രേഷ്ഠതയുള്ളതാണ്. അതുപോലെ തന്നെ മുഅവ്വിദതൈനി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹറിന്റെ ചില ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ അതിന് ശിഫ ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തുകൾ കൊണ്ടാണ് രക്ഷ തേടുന്ന ഇസ്തിആദ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഈ സൂറത്തുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കാണാം. വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള സൂറത്തുകളാണ്. ഇതിലേക്കുള്ള ആവശ്യകത ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഭക്ഷണത്തിനേക്കാളും വെള്ളത്തിനേക്കാളും വായുവിനേക്കാളും അവന് ആവശ്യമായിട്ടുള്ളതാണ് ഈ 2 സൂറത്തുകൾ എന്ന് ചില ഉലമാക്കൾ ഇതിന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൂറത്തുകൾ ചെല്ലേണ്ട സമയമാണ് രാവിലത്തെ അദ്കാറിൽ 3 തവണ, വൈകുന്നേരം 3 തവണ, അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ തവണ, അങ്ങനെയെല്ലാം വന്നിട്ടുള്ള സൂറത്തുകളാണ്. അപ്പോൾ ഇത് ചെല്ലാൻ, ഇത് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നിനക്ക് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബികളോട് പറയുകയുണ്ടായി. وعن شداد بن أوس رضي الله عنه عن النبي صلى الله عليه وسلم قال, മറ്റൊരു ഹദീസിൽ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത്, അതായത് ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഇസ്തിഗ്ഫാറിന്റെ ദുആകളിൽ, ലഫ്ദുകളിൽ ഇസ്തിഗ്ഫാർ തേടുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദുആ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യഖൂല അബ്ദ്, അടിമ പറയലാണ്, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല, ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്, വഅന അലാ അഹ്ദിക്, ഞാൻ നിന്റെ കരാറിലാണ്, നീയുമായിട്ടുള്ള കരാറിലാണ്, വവഅദിക മസ്തതഅതു, അതുപോലെ തന്നെ അത് പൂർത്തീകരിക്കാൻ നിന്റെ കരാറിലും അതുപോലെ തന്നെ
വാഗ്ദാനങ്ങളുമാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയതിൻ്റെ ഷർറുകളിൽ നിന്ന്, അഥവാ പാപങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള ദോഷങ്ങളിൽ നിന്നെല്ലാം ഞാൻ രക്ഷ തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കുന്നു, കീഴൊതുങ്ങുന്നു. വ അബൂഉ ലക ബിദംബി, അതുപോലെ തന്നെ ഞാൻ ചെയ്തു പോയ പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു നൽകണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാവം പൊറുക്കുന്നവനായിട്ട് മറ്റാരുമില്ല എന്നുള്ളത്. ഈ ദുആ ആണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട ആഴത്തിൽ ആശയങ്ങളുള്ള വിശാലമായിട്ടൊരു ദുആ ആണ്. ഓരോ ലഫ്ദിനും അതിൻ്റെ തൗഹീദിനെ സ്ഥാപിക്കുന്നതും ഇസ്തിഗ്ഫാറിനുള്ള ആവശ്യകതയെ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ദുആ. അപ്പോൾ ഈ ലഫ്ദുകൾ ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാലഹാ മൂഖിനൻ ബിഹാ ഹീന യുംസി, ആരെങ്കിലും വൈകുന്നേരത്തിൽ യഖീനോടുകൂടി ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ദൃഢമായി അംഗീകരിച്ചും ദൃഢമായി ചോദിച്ചും കൊണ്ട് ഇത് പറയുകയാണെങ്കിൽ, ഫമാത മിൻ ലൈലതിഹി, ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ ഖാലഹാ മൂഖിനൻ ബിഹാ ഹീന യുസ്ബിഹ്, പ്രഭാതത്തിലാണ് യഖീനോടുകൂടി ദൃഢമായി ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും ആശയങ്ങളും ദൃഢതയോടുകൂടി പറയുന്നതെങ്കിൽ, ഫമാത മിൻ യൗമിഹി ദഖലൽ ജന്ന, അവൻ ആ ദിവസത്തിലാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. മറ്റൊരു റിവായത്തിൽ ഈ രീതിയിൽ കാണാം, ലാ യഖൂലുഹാ അഹദുൻ ഹീന യുംസി ഫയഅതി അലൈഹി ഖദറുൻ ഖബ്ല അൻ യുസ്ബിഹ ഇല്ലാ വജബത് ലഹുൽ ജന്ന. ഇത് വൈകുന്നേരത്തിൽ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ പ്രഭാതത്തിന് മുമ്പ് അള്ളാഹുവിന്റെ ഖദർ അവൻ എത്തുകയാണെങ്കിൽ, അഥവാ മരണം അവന് സംഭവിക്കുകയാണെങ്കിൽ അവൻ സ്വർഗം നിർബന്ധമായി. വലാ യഖൂലുഹാ ഹീന യുസ്ബിഹ് ഫയഅതി അലൈഹി ഖദറുൻ ഖബ്ല അൻ യുംസിയ ഇല്ലാ വജബത് ലഹുൽ ജന്ന. അവൻ അതുപോലെ തന്നെ അവൻ പറയുന്നത് രാവിലെയാണ്, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഖദർ എത്തിയാൽ, അഥവാ മരണം സംഭവിച്ചാൽ അവന്റെ മേലെയും സ്വർഗം നിർബന്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇതുപോലെ ധാരാളം ദിക്റുകളും ദുആകളും രാവിലെയും വൈകുന്നേരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കിതാബിൽ കുറച്ചെല്ലാം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ചെയ്യുന്നവർ അത് സ്ഥിരതയോടുകൂടി ചെയ്യാനുള്ള തൗഫീഖിനെ അള്ളാഹുവിനോട് ചോദിക്കുക. ശീലമില്ലാത്തവർ ഓരോന്നായി കൊണ്ട് ശീലിച്ച് ജീവിതത്തിൽ പകർത്തുക. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.